ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ രാഷ്ട്രീയ വീഡിയോകൾ ഒന്നും കൂടുതൽ പറയണ്ടെന്ന് വിചാരിക്കലാണ്. കാരണം നമ്മൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇതിപ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഇപ്പോഴത്തെ പിണറായി സർക്കാരിൻ്റെ കാര്യം പറയാം, വളരെ മോശത്തിലേക്കാണ് പോകുന്നത്, വളരെ പരാജയത്തിലാണ്. കാരണം ഇത്രത്തോളം മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ അധികരിച്ചത് ഈ ഒരു ഭരണത്തിലല്ലേ. എല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറേ അങ്ങനത്തെ വിഷയങ്ങളൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഈ ഷാബാസിനെ കൊന്ന കുട്ടിക്കൊലയാളികൾ 5 പേര്, അവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രതിഷേധങ്ങൾ വന്നപ്പോൾ അവരെ പരീക്ഷാ സെൻറ്റർ, എക്സാം സെൻറ്റർ മാറ്റുകയാണ്. എവിടെയൊക്കെ മാറ്റണമെന്നുള്ള പുറത്തു വിട്ടിട്ടില്ല. എക്സാം സെൻറ്റർ മാറ്റുകയാണ്. ഇത്രത്തോളം സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ എത്രയപ്പോൾ നമ്മൾ നിയമം കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറയും. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഇനി അവർ പോലീസ് പ്രൊട്ടക്ഷനിൽ ആ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ ഒരു താരപരിവേഷണം അവർക്ക് ലഭിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്ത് മാതൃകയാണോ അത്, ഇതെന്താണ് പ്രോത്സാഹനമാണെന്ന് നിങ്ങൾ പറയും. കണ്ടമാനം ആൾക്കാർ MDMA കേസിൽ അകത്താണ് നേരെ പുറത്തു വിടുന്നത്. വീണ്ടും അവർ ആ കച്ചവടം നടത്തുന്നത്. ഭയങ്കര പേടിയാവുകയാണ്. നമുക്കുണ്ട് മക്കളൊക്കെ വലുതായി വരികയാണ്. ഇത് എന്താണ് ചെയ്യാന്നറിയില്ല. ഈ രാഷ്ട്രീയക്കാർക്ക് നല്ല സുഖമാണ്, അവർക്ക് പ്രശ്നങ്ങളില്ല. ഇത് എന്താണെന്നൊരു ഐഡിയ കിട്ടില്ല. കാരണം നാടങ്ങേ താഴത്തേക്കെത്തി. ഇങ്ങനൊരു ഇന്ത്യയിൽ ഇങ്ങനൊരു സംസ്ഥാനം എന്ന് പറഞ്ഞിട്ട്, കാരണം വേറെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പോലീസ് അതിനനുസരിച്ച് നല്ലോണം കൈകാര്യം ചെയ്യുന്നുണ്ട് വേറെ സ്റ്റേറ്റിലൊക്കെ. നമ്മളവിടെ പോലീസ് ഫുള്ള് പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. എന്താ ചെയ്യാന്ന് ഒരു ഐഡിയയും കിട്ടില്ല. കാരണം നമുക്കൊണ്ട് മക്കൾ വളർന്നു വരുന്നുണ്ട്. അവരൊക്കെ എന്ത് കണ്ടിട്ടാണെങ്കിൽ നമ്മൾ സ്കൂളിലേക്കൊക്കെ പറഞ്ഞേക്കുക. കാരണം ചെറിയ കുട്ടികളാണ്, വലിയ ആളുകളല്ല, ചെറിയ കുട്ടികളാണ് MDMA ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്കൊലയാളികളെ ഒരാളെ ഫാദർ പോലീസ്, ഒരാൾ അധ്യാപകൻ, ഒരാൾ കൊട്ടേഷൻ ടീം, ആ കൊടീശ്വരിയും ടീമിലൊക്കെ കൂടെ സെൽഫി എടുത്ത ഫോട്ടോ എടുത്ത ആ കൂട്ടത്തിൽ അദ്ദേഹമുണ്ട്. അപ്പോൾ എത്രത്തോളം ഉന്നത പിടിപാടാണ്, ഉന്നതരായിട്ടുള്ള ഭയങ്കര ബന്ധമുണ്ട്. ഇതുവരെ അവരെ ഫോട്ടോ, അവരെ പേരോ കാര്യങ്ങളോ പൊതു ന്യൂസുകളൊന്നും പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ല. ചെറിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലല്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും വന്നിട്ടില്ല. എന്താണ് അതിൻ്റെ കാരണം? ഉന്നത പിടിപാടാണ്. അവർക്ക് എന്തിനാണ് പരീക്ഷ എഴുതുന്നത്? ഷഹബാസിനില്ലാത്ത പരീക്ഷ എന്തിനാണ് അവരെഴുതുന്നത്? അവരൊക്കെ പറഞ്ഞ വർത്താനം ശ്രദ്ധിച്ചില്ലേ? ഷഹബാസിനില്ലാത്ത നീതി ഇനി അവർക്ക് വേണം. ഒരിക്കലും പരീക്ഷ എഴുതിക്കാൻ പാടില്ല എന്നെൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ സർക്കാരൊക്കെ വളരെ ഈ അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അക്രമം, അരാജകത്വം, അതേപോലെ തന്നെ കഞ്ചാവ്, MDMA ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് തടയിടേണ്ട സർക്കാർ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് പിണറായി സർക്കാർ വളരെ അങ്ങേയറ്റം പരാജയമാണ്. അങ്ങേയറ്റം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ നാട് എവിടെ എത്തുന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. അത്രത്തോളം താഴെ പോയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെ സ്റ്റേറ്റ് ഇല്ല. ഒന്ന് നോക്കിയോണ്ടി. ദിവസം ഒന്നെങ്കിൽ MDMA അല്ലെങ്കിൽ കൊലപാതകം ദിവസം വരികയാണ്. ഇങ്ങനൊന്നും എവിടെയില്ല. നമ്പർ 1 കേരള അല്ലേ, ലിറ്ററേച്ചർ നമ്പർ 1 ആണ്. എന്താന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നിങ്ങളെ അഭിപ്രായം പറയും എന്താണെന്നുള്ളത്. ഇന്നെ പൊങ്കാലിട്ടൊരു കാര്യമില്ല. കാര്യം നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി. ഇന്നെ പൊങ്കാലിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പറയാൻ കഴിയുന്നില്ല. കാരണം നമുക്കൊണ്ട് കുട്ടികളെ ഇപ്പം എൻ്റെ മോനിപ്പോൾ UKG-യിലാണ്. 1ാം ക്ലാസ്സിലെത്തി, 2ാം ക്ലാസ്സിലെത്തി, ഇങ്ങനെ വലുതായി വരികയാണ്. ഇതെന്ത് കണ്ടാൽ നമ്മൾ സ്കൂളിലേക്ക് അവരൊക്കെ പറഞ്ഞേക്കുക. നിങ്ങൾ പറയും എന്താണ് അഭിപ്രായം എന്ന്.